എൻജോ ഒരു ട്രിപ്പിന് പോകാനുള്ള മൂഡ് അവനോടാ. സത്യല്ലേ, കൊറേ നാളായില്ലേ നമ്മള് ട്രിപ്പിന് എവിടെയെങ്കിലൊക്കെ പോണം. നമ്മളുടെ ലാസ്റ്റ് ട്രിപ്പ് എവിടെയായിരുന്നു? പറ നോക്കട്ടെ, ഓർമ്മയുണ്ടോന്ന്. ഉം. ആ, തായ്ലൻഡ് ഒന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. ഇത്ര വലിയ ട്രിപ്പായിരുന്നു. ഞങ്ങള് പ്ലാൻ ചെയ്യാനൊക്കെ പെട്ടെന്നായിരുന്നു പ്ലാനിങ് ഒക്കെ നടന്നത്. അതിന് വന്ന ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലേ. ദൂരെ പോണെന്നില്ല, ഉം. അടുത്തായാലും മതിയടാ. ആ അതെ, പ്രോസസ്സാണ് എനിക്കിപ്പം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. സത്യം അല്ലേ? സത്യം. അത് നമ്മളുടെ ഓരോ ട്രിപ്പും ഇല്ലേ, നമുക്ക് ഓരോരോ എക്സ്പീരിയൻസസ് അല്ലേ. അതെ. പെട്ടെന്നുള്ള ട്രിപ്പ് ചിലപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നറിയാം. ഇന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് നോക്കട്ടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ റിസോർട്ട്സ് ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ, ബുക്ക് ചെയ്യുക, പിന്നെയാണ് ബാക്കി പ്ലാനിങ് നടക്കുക. പിന്നെ രാവിലെ പോയി വൈകുന്നേരം വരുന്ന നമ്മുടെ ട്രിപ്സും ഇഷ്ടാട്ടോ. ശരിക്കും ശരിക്കും. എന്തെങ്കിലും വേണം, ആലോചിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ട്രിപ്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി. അതെ. അതിന്റെ മുമ്പ് നമ്മൾ അതിനുള്ള ഷോപ്പിംഗ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിംഗ്. 10 ആൾക്ക് 10 അഭിപ്രായം. ഒരാൾക്ക് ബീച്ചിൽ പോകണം, ഒരാൾക്ക് ഹിൽ സ്റ്റേഷനിൽ പോകണം, ഒരാൾക്ക് ഔട്ട് ഓഫ് ഇന്ത്യ, ഒരാൾക്ക് ബീച്ച് എപ്പോഴും ഞാനുണ്ട് കേട്ടോ. പിന്നെ ഒരു രാവിലെ മോർണിംഗ് പോയിട്ട് ചില 1-2 റെസ്റ്റോറൻറ്റ്സിൽ എവിടെയെങ്കിലൊക്കെ കഴിച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ആ വരുന്നതും രസമുണ്ട്. അതെ അതെ. ഈവൻ ഡിമാർട്ട് ട്രിപ്പും ഇഷ്ടാട്ടോ എനിക്ക്. ഡിമാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാട്ടോ. എന്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു സ്ഥലമാണ് ഡിമാർട്ട്. ഡെസ്റ്റിനേഷൻ എവിടെയാണെങ്കിലും ശരി, ഷോപ്പിംഗ് ഇടയിൽ കൂടി ചെയ്യുന്ന സ്ഥലങ്ങൾ. ആദ്യം ഞാൻ നോക്കുന്നത് അവിടെ കാണാൻ ഡിമാർട്ട് ഉണ്ടോന്ന്. അപ്പൊ ട്രിപ്പിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ പല സ്ഥലത്തും ഒരുമിച്ച് പോയിട്ടില്ലേ, പക്ഷെ ഓരോ സ്ഥലത്തിലും ഓരോ കഥകളാണ് നമുക്ക് അതെ ഷെയർ അതെ ചെയ്യാനുള്ളത്. അതെ അതെ. തായ്ലൻഡിൽ ആക്ച്വലി നമ്മുടെ പാരാസെയിലിംഗ് ആയിരുന്നു നമ്മളുടെ ഏറ്റവും വലുത് അല്ലെ. ആ. ഞാനും ഗോപും ശരിക്കും പേടിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഹൈറ്റ് ഒരു എപ്പോഴും എനിക്കൊരു പ്രശ്നമാണ്. അപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ടൂർ ഓപ്പറേറ്റർ അല്ലേ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. ഇത് ചെയ്യൂ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഓരോ ആൾക്കാരും നമ്മളെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അയാളുടെ സംസാരം ഉണ്ടല്ലോ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത ഞാന്, എനിക്ക് ഒരു എക്സ്പെരിമെന്റ്സും ട്രൈ ചെയ്യാൻ മെനക്കെടാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അയാള് പറഞ്ഞു കേട്ടപ്പോക്ക് തോന്നി ഒന്ന് അതെ നോക്കാലോ. അതെ, ചെയ്തില്ലെങ്കിൽ എന്തോ മിസ്സാവുന്നല്ലേ. പക്ഷെ അത് വേർത്തിട്ടായിരുന്നു അല്ലെ. നമ്മൾ ആ ഹൈറ്റിൽ പോയിട്ട് ആക്ച്വലി ആ പോകുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ടായിരുന്നു. എന്താണെന്നറിയാം, എനിക്ക് പേടിയായിരുന്നു എങ്ങനെ ഈ ഹൈറ്റിലോട്ട് പോകുമ്പോഴേ. പക്ഷെ മുകളിൽ ചെന്നിട്ടൊന്ന് കണ്ണ് തുറന്നപ്പം ദൈവമേ, ഞാൻ എന്തോ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. എന്തൊരു വ്യൂമായിരുന്നു. മേലെന്ന് താഴേക്ക് നോക്കുമ്പോ സത്യാട്ടോ അതെ നീ പറഞ്ഞത്. പിന്നെ എനിക്ക് ആലോചിക്കാനുള്ളത് എന്താ അറിയൂടാ, നമ്മൾ ഒരു ദിവസം ഓർമ്മയുണ്ടോ നിനക്ക്, പെട്ടെന്ന് രാവിലെ പുറപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ ഒരു ദിവസം പോയത് ഓർമ്മയില്ലേ? എവിടെയായിരുന്നു? പൊള്ളാച്ചിയായിരുന്നോ? പൊള്ളാച്ചിയോ, നല്ല ഭംഗി. അതെ അതെ അതെ, പൊള്ളാച്ചി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് സൺഡേ മോർണിംഗ്സ് ഒക്കെ അങ്ങനെയാ തോന്നുക. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 4 ആളെ കൂട്ടുക, അതെ എന്നിട്ട് വെറുതെ ഡ്രൈവിന് പോവുക. അതെ അതെ അല്ലെങ്കിൽ മിനിമം ഒരു എന്താ പറയാ, ഒരു ഐസ്ക്രീം കഴിച്ച് വന്നാലും മതി അതെ, കറക്റ്റ്. അല്ലേ? നമുക്ക് സ്നേഹമുള്ളവരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരോട്, കുറേ ചിരിക്കാൻ പറ്റുന്നവരോട്, എവിടെ ആണെങ്കിലും ഒരു കുഞ്ഞു ഡ്രൈവ് ആണെങ്കിലും എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈവനിങ് ടൈം, ഞങ്ങളെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങള് മലമ്പുഴ, നമ്മുടെ മലമ്പുഴയും ഭയങ്കര ഭംഗിയല്ലേ. ഇപ്പാണെങ്കിൽ വെള്ളം നിറഞ്ഞ് ഭംഗിയായിട്ടിരിക്കുക. അവിടുത്തെ കുഞ്ഞു കടയിൽ നിന്ന് ചായയും കുടിച്ച്, പിന്നെന്താ കുറച്ചു നേരം അവിടെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ, സൺ ഡൗൺ അവരെ കാത്തിരുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. എന്താ അറിയോ, ആ വീക്കെൻഡ് ക്ഷീണം അതോടെ തീർന്നു. പിന്നെ എല്ലാം റെഡിയായി പുതിയ മൺഡേ തുടങ്ങാൻ വേണ്ടിട്ട്. അതെ, അങ്ങനെ ഒരു ഇത് ട്രിപ്പിനെ പറ്റി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പും കൂടെ ഓർമ്മ വന്നു. അന്ന് നിങ്ങൾ വന്നില്ല, ഞങ്ങള് മാത്രമാണ് പോയത്. അന്ന് ആ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. ഇളയ മോൾക്ക് നമ്മൾ ഇവിടെ വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തിട്ടുമില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാണ്. ലഗേജ് ഒക്കെ ചെക്കിന് വേണ്ടി അയച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് മോൾക്ക് വാക്സിനേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഡിപ്പോർട്ട് ചെയ്തത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണം, ഒന്നും ഒരു പിടിയില്ല. ബിക്കോസ് ഞങ്ങള് തന്നെത്താനെ പ്ലാൻ ചെയ്തിട്ട് പോയ ഒരു ട്രിപ്പാണ്. നമുക്കൊരു ടൂർ ഓപ്പറേറ്റേഴ്സും ഒന്നും ഇല്ല നമ്മളെ അപ്പം വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ വാക്സിനേഷൻ അല്ലെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് തന്നെ കിട്ടിയത്. അതും ഹസ്ബൻഡാണെങ്കിൽ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയേ. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു 3 ഡേയ്സ് നിൽക്കണം, അതിന്റെ റിസൾട്ടും കൂടെ കിട്ടണ്ടേ. 3 ഡേയ്സ് ഞങ്ങൾ അവിടെ നിന്നു. പക്ഷെ ആ എൻറ്റയർ ട്രിപ്പിലെ
ഏറ്റവും മെമ്മറബിൾ ആയിരുന്നു ആ 3 ദിവസം. എന്താണെന്നറിയോ? ഒന്നും പ്ലാൻഡ് അല്ല. ഒന്നുമില്ല നമുക്ക് ചെയ്യാൻ. മറ്റേത് നമ്മൾ ഓരോ ദിവസം രാവിലെ എണീക്കുക, ഓടുക, ആ സ്ഥലം കാണുക, ഈ സ്ഥലം കാണുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ചു വരിക, ടയേർഡായിട്ട് വരിക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെയായിരുന്നു. ആ 3 ഡേയ്സ് ശരിക്കും പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചാലും ഈവൻ ഞാനും പറയുന്നത് ആ 3 ഡേയ്സ് ആയിരുന്നു ഞങ്ങളുടെ ആ ട്രിപ്പിന്റെ ഏറ്റവും മെമ്മറബിൾ. എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്. അവിടെ പോയി കുറെ എക്സ്പ്ലോർ ചെയ്തു. കുട്ടികൾക്ക് കുറെ കളിക്കാനുണ്ടായിരുന്നു. എസ്കേപ്പ് റൂമും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരും എൻജോയ് ചെയ്തു, ഞങ്ങളും റിലാക്സ്ഡ് ആയിരുന്നു. അതെനിക്ക് നീ പറഞ്ഞ നല്ല ഓർമ്മയുണ്ട്. എന്താ അറിയോ, ഒരു എന്താ പറയാ, ഒരു നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ് അവരെ എങ്ങനെ ഒരു ഭയങ്കര മെമ്മറബിൾ വണ്ണാക്കി മാറ്റി പറഞ്ഞ ഒരു സ്റ്റോറി അല്ലേ? പക്ഷെ ഇപ്പൊ പറയുമ്പോ നല്ല രസമാണ്. ആ, എപ്പോഴും നമ്മൾ നമ്മളുടെ പോഡ്കാസ്റ്റിൽ പറയുന്നത് പോലെ ഒരു ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം നമുക്ക് അത് അപ്പം ആ ഒരു മൊമെന്റ് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ ദാറ്റ് ഗീവ്സ് us ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് മാത്രമല്ല, ചിലപ്പം ഇതുപോലെ കുറെ പോസിറ്റീവ് മെമ്മറീസും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ശരിയാ. കരഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് പോയിരുന്നെങ്കിലല്ലേ, ബിക്കോസ് കുട്ടികളെയും വെച്ചിട്ട് നമ്മളൊരു അറിയാത്ത പ്ലേസിൽ ഇരിക്കുമ്പോ ശരിയാണ് കുറച്ച് ടെൻഷൻ ആയിരിക്കും. അതെ, പക്ഷെ നിങ്ങളെ സമ്മതിച്ചു, നിങ്ങൾ അതിനെ മാറ്റി ഒരു വളരെ ഹാപ്പി എൻഡിങ് കൊടുത്തു ഫൈനലി. അതില് ഞാനായിരുന്നു ഏറ്റവും ടെൻസ്ഡ് ആയത് കേട്ടോ. ഹസ്ബൻഡും പിള്ളേരും പിള്ളേർക്ക് പിന്നെ വലിയ അത്രയും അങ്ങോട്ട് ചിന്തിക്കാൻ മാത്രം ആയിട്ടില്ല. ഹസ്ബൻഡ് ആയിരുന്നു അവിടെ കൂളായിട്ട് ഇരുന്നത്. ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരാൾ വേണം. ഒരാൾ ടെൻസ്ഡ് ആവുമ്പോൾ ഒരാളൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി വേണം. പിന്നെ പോകുമ്പോൾ നമുക്ക് വേറെ സുഖം കേട്ടോ. വേറെ വേറെ കൺട്രീസിൽ പോകുമ്പോൾ ഈവൻ നമ്മൾ സ്റ്റേറ്റും ഒന്ന് വിടുമ്പോഴേക്കും ഭക്ഷണത്തിനും അവിടുത്തെ എയറും ഒട്ടാകെ ഒരു അതെ, ഡിഫറൻസ് അല്ലേടാ. അതെ, അതെ, ഒരു ട്രിപ്പിന്റെ ഏറ്റവും രസം അതാണ്. അതെ. രണ്ടാമത് നമ്മളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെന്റലി ഇത്തിരി ഫ്രീ ആവും. കാരണം വേറെ തിരിച്ചു വന്ന് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ചെയ്യില്ല വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനും അതെ. കഴിക്കണ്ട വിചാരിച്ച സാധനങ്ങൾ കഴിക്കാനും. പിന്നെ ഡ്രസ്സും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇവിടുന്ന് നമ്മൾ ജനറലി ഇടുന്ന ഡ്രസ്സിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇടുക. അതെ. നമ്മളെ സ്റ്റൈല് മാറും, ഒന്നും കൂടി നമ്മളെ കംഫർട്ടിന് സൂട്ട് ചെയ്യുന്ന ഡ്രസ്സസിലേക്ക് മാറും. ഞാനിവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താന്ന് പറയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ തന്നെ കൾച്ചർ മാറി, ഫെസ്റ്റിവൽസ് മാറി, എല്ലാം മാറി. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ടൈമില്ല, വെളിയിൽ ഒരു ഐ മീൻ വലിയൊരു പ്ലാനിങ്ങിനൊന്നും ടൈം ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് ഈ അടുത്ത നെയ്ബറിങ് സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ശരിക്കും വെളിയിൽ ഒരു കൺട്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ തന്നെ ആയിരിക്കും എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഒന്നാ ലേ ലഡാക്ക് പോകണം എന്ന്. അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ഫിസിക്കലി നമ്മൾ നല്ല ഫിറ്റ് ആയിരിക്കണം. പക്ഷെ അവിടുത്തെ സീനറി ഒക്കെ ഓരോരുത്തർ പോയിട്ട് എന്റെ റിലേറ്റീവ്സ് ഒക്കെ പോയിട്ട് ആ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ കാണുമ്പോ എന്തൊരു ഭംഗി. എനിക്ക് നമുക്ക് പ്ലാൻ കേട്ടോ. ചെയ്യാം. പക്ഷെ അതിന് നല്ല ഫിറ്റ്നസ് വേണം കേട്ടോ. എനിക്കൊന്ന് ബോഡിയും ഫിസിക്കലി ഫിറ്റ് ആക്കണടാ. അപ്പൊ നമുക്ക് ജിമ്മിൽ പോയി ജോയിൻ ആ, ചെയ്ത് വേണം, വേണം. ബോഡി ഫിറ്റ് ആക്കി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ മുമ്പിൽ കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുള്ളൂ അതെ, അല്ലെ. അതെ, അതെ, അതെ. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ എങ്ങനെയുണ്ട്? ഒന്നും ഡിസൈഡ് ആയിട്ടില്ല, പക്ഷെ കുറേ ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മളെ ബ്ലെസ്സിങ്സ് ഒക്കെ കൗണ്ട് ചെയ്യാം. അതെ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് അവർ Then I go.